സുമൻ സാറാണ്. നമ്മുടെ പ്ലസ് 1 പ്ലസ് 2 ഇനിയും വരും ദിവസങ്ങളിൽ എല്ലാവർക്കും അറിയാം എക്സാമിന്റെ നാളുകളാണ്. അപ്പൊ അതെല്ലാം കൂടി ഒരൊറ്റ ബോർഡിൽ നിങ്ങൾക്ക് എല്ലാം കൂടി ഒന്ന് കാണാനും, പലരും ഈ ഡേറ്റുകളൊക്കെ ഇങ്ങനെ മറന്നു പോവാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി വരുന്ന ദിവസങ്ങളിൽ ഉള്ള എല്ലാ എക്സാമുകളും ഈ മാസം തൊട്ടേ നമ്മുടെ പ്ലസ് ടുവിന്റെ ഏകദേശം പബ്ലിക് എക്സാം തുടങ്ങുന്നുണ്ട് പ്രാക്ടിക്കലോടുകൂടി. എന്നിട്ട് അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് മോഡല്, പിന്നെ തിയറിയുടെ പബ്ലിക്, പ്ലസ് 1കാർക്ക് എല്ലാം കൂടെ ഒന്ന് നിങ്ങൾക്കൊന്ന് കാണുക എന്നുള്ളതാണ്. ഒരു ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന റൂമില് എവിടെങ്കിലും ഒന്ന് ഒട്ടിച്ചു വെച്ചാൽ നമുക്ക് എപ്പോഴും നോക്കി ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ പറ്റും. പലതും മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ചിലപ്പോൾ മറന്നുപോകാം, നമ്മൾ തെറ്റിപ്പോകും. അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വൃത്തിയായിട്ട് ഈ കാര്യങ്ങളെല്ലാം പ്ലസ് 1-ന്റേത്, പ്ലസ് ടുവിന്റെ എല്ലാം അവർക്ക് വേണ്ടതെല്ലാം കൃത്യമായിട്ടൊന്ന് എഴുതി വെച്ചേക്കാം. ഓക്കെ, നമുക്ക് എളുപ്പം ഒന്ന് പറഞ്ഞു തീർക്കാം. ശ്രദ്ധിക്കുക. പ്ലസ് 2 പ്രാക്ടിക്കൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഈ മാസം ജാനുവരി 22 തൊട്ട് ഫെബ്രുവരി 15 തീർക്കണമെന്നാണ്. അതിപ്പോ ഈ 22 തന്നെ തുടങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. 22 തൊട്ട് തുടങ്ങിയാൽ മതി, അതിന് മുമ്പ് വേണ്ട. അത് ആ ഡേറ്റോ അത് കഴിഞ്ഞിട്ടോ തുടങ്ങാം. അത് ആ സ്കൂളുകൾ ടീച്ചേഴ്സും എല്ലാവരും തീരുമാനിച്ച് കറക്റ്റ് ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ക്ലാഷ് ആവാതെ എല്ലാം വേണമല്ലോ. 3-4 പ്രാക്ടിക്കൽസ് ഉണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡേറ്റ് ആണ് അത് തന്നേക്കുന്നത്. ഈ 15 വരെ മിക്കവരും ചിലപ്പം പല സ്കൂളുകളിലും ചെന്നേക്കാം കേട്ടോ. എക്സാം 15 വരെയൊക്കെ കൊണ്ടുപോയേക്കാം. അതിന് മുമ്പും തീർക്കും. നെക്സ്റ്റ് പ്ലസ് 1 ആൻഡ് പ്ലസ് 2 തിയറി മോഡൽ എക്സാം തുടങ്ങുന്നത് ഫെബ്രുവരി 17 തൊട്ട് ഫെബ്രുവരി 21 ഒറ്റയടിക്ക് തീർക്കാൻ തോന്നുന്നു കേട്ടോ. വളരെ സ്പീഡിൽ അങ്ങ് തീർക്കാൻ തോന്നുന്നു. എന്തായാലും അടുപ്പിച്ചാണ് എക്സാംസ് എല്ലാം വന്നേക്കുന്നത്. നെക്സ്റ്റ് പ്ലസ് 1 പബ്ലിക് എക്സാം, അതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 6th മാർച്ച് ടു 29th മാർച്ച് ആണ്. നല്ല ഗ്യാപ്പ് ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പഠിച്ചെടുക്കാനുള്ള സമയം ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് പ്ലസ് 2 പബ്ലിക് എക്സാം 3rd മാർച്ച് തൊട്ട് 26th മാർച്ച് ആണ്. ഇതിന്റെ അകത്ത് 19th തീരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ബയോളജിക്കാർ എനിക്ക് തോന്നുന്നു 20 തൊട്ട് മുമ്പേ തീരുന്നുണ്ട്. അപ്പൊ അവർക്കൊരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു ടൈം ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏകദേശം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. എളുപ്പം കൊണ്ട് എഴുതി വെക്കുക. ഇതൊക്കെ നോക്കി ഇങ്ങോട്ട് പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.